പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം. നിഖിലയ്ക്ക് പൊതുവെ ഒരു തഗ് ഇമേജ് ഉണ്ടല്ലോ. എനിക്കെന്തോ പോലെ. അതായത് ഇപ്പൊ ഒരു ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഡബിൾ തോട്ടൊക്കെ വരും. ഞാൻ പോർത്തോയിലെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നീ ചോദിക്കുന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല, ചിലപ്പോൾ എയറിലാക്കിയ പിന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെടും. ആ ഇമേജ് കുഴപ്പമില്ല, അങ്ങനെ ആ രീതിയിലാണോ കാണുന്ന, ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണോ? ഞാൻ തുറന്നു പറയാം. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്. അതല്ല ഉദ്ദേശം. എസ്പെഷ്യലി ഓൺലൈൻ മീഡിയക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യം കണ്ടന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടുന്നതും ഇതാണെന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആവുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അവർക്ക് ആവശ്യം റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എനിക്ക് അതിന് നിന്നു കൊടുക്കാൻ തോന്നാറില്ല. ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ തന്നെ വേണം. എനിക്കിപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ഇരിക്കുകയുള്ളൂ. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എക്സ്പെക്ട് ചെയ്യണമല്ലോ. അവരാഗ്രഹിക്കുന്ന ഉത്തരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ചിലപ്പോ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം, അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം, ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ നിങ്ങളുടെ കണ്ടന്റ് അല്ല. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ ഞമ്മന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് അവരുടെ പ്രൈവസിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അവർക്ക് പരിചയമുള്ള ആൾക്കാർ അവർ കാണുന്നതാണ്. ഇവളാള് കൊള്ളാമല്ലോ. നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്റെ കൈ കിട്ടില്ല. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യപ്പെടാനും ആൾക്കാർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനും ആവശ്യത്തിനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അറ്റ്ലീസ്റ്റ് എന്റെ ലൈഫ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 100% ഞാൻ യോജിക്കുന്നു.